ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ 5 പിയൂസ് പാപ്പയുടെ തിരുനാൾ ആഘോഷം ഓർമ്മിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 14 അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ശിഷ്യന്മാർക്ക് തൻ്റെ സമാധാനം വാഗ്ദാനം ചെയ്യുകയാണ്. ഒപ്പം ലോകത്തിൽ തൻ്റെ ശിഷ്യന്മാർക്ക് സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും അവരെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ യേശുനാഥൻ പറയുന്ന ഒരു കാര്യം, ഈ ലോകത്തിൻ്റെ അധികാരി ഇവിടെ വരാൻ പോവുകയാണ്, ഇനി ഞാൻ നിങ്ങളോട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എന്നാണ്. ഇതിൻ്റെ അർത്ഥം ക്രിസ്തു നമ്മളോട് പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിനി ജീവിക്കണം. കാരണം ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് മരണത്തിലൂടെ എടുക്കപ്പെടുന്നു, അത് കഴിഞ്ഞ് പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നു. അവിടുന്ന് ആധ്യാത്മികമായി ദിവ്യകാരുണ്യത്തിലൂടെയൊക്കെ നമ്മുടെ ഇടയിൽ സന്നിഹിതമാണെങ്കിലും അവിടുത്തെ ഇനി നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, അവിടെ നിന്നില്ല, അങ്ങനെ കാണുന്ന രീതിയിൽ അവിടെ നിന്നില്ല. അവിടുത്തെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നില്ല എന്ന നിലവിൽ അവിടുത്തെ നമ്മൾ മറന്നു പോകരുത്. കാരണം ഈ ലോകത്തിൻ്റെ അധികാരിയെ ഇനി നമ്മൾ കാണും, ഇനി നമ്മൾ അനുഭവിക്കും. കാരണം ഈ ലോകത്തിൻ്റേതായ എല്ലാ ആഗ്രഹങ്ങളിലൂടെയും ഈ ലോകത്തിൻ്റേതായ എല്ലാ ജീവിത രീതിയിലൂടെയും ഈ ലോകത്തിൻ്റെ അധികാരി, ഇതിൽ പറയുന്ന ക്രിസ്തുവിൻ്റെ ശത്രുവായ പിശാചിനെയാണ്. അപ്പോൾ അവനെ നമ്മളിനി കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇനി അവനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് ക്രിസ്തു കൂടുതൽ നമ്മളോടൊന്നും പറയുന്നില്ല. പറയേണ്ടതെല്ലാം അവിടെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അവൻ അനുരൂപപ്പെടാതെ ക്രിസ്തുവിന് അനുരൂപപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു ജീവിതത്തിലാണ്. ക്രിസ്തു പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, അവിടുത്തെ സാന്നിധ്യം അദൃശ്യമാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്നതാകട്ടെ ഈ ലോകത്തിൻ്റെ അധികാരിയുടെ സീമയിലാണ്. അവൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ബാധ്യതകളും ദുരിതങ്ങളും എന്നാൽ സന്തോഷത്തിന് കാരണമാകുന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെ അവശേഷിക്കുന്നുണ്ട്, ഈ ലോക സുഖമുഖങ്ങൾ. അപ്പോൾ അതിൽ പെട്ടുപോയാൽ നമ്മൾ ക്രിസ്തുവിനെ മറക്കുന്നവരാകും. യേശുനാഥൻ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, എൻ്റെ മേലെ അവന് അധികാരമില്ല. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ, ക്രിസ്തുവിൻ്റേതാണെങ്കിൽ ഇതുപോലെ പറയാൻ നമുക്ക് കഴിയണം, ഈ ലോകത്തിൻ്റെ അധികാരിക്ക് എൻ്റെ മേൽ അധികാരമില്ല. അപ്പോൾ അതിനെ നമ്മൾ ചെയ്യേണ്ടത് ആശാനിഗ്രഹത്തോടുകൂടെ ലോകസുഖമോഹങ്ങൾക്കെതിരെ ജീവിക്കുക എന്നുള്ളതാണ്. എങ്കിലേ നമുക്ക് ക്രിസ്തുവിനെ പോലെ ഈ ലോകത്തിൻ്റെ അധികാരിക്ക് എൻ്റെ മേൽ അധികാരമില്ല എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്ന് അവൻ തരുന്ന സുഖങ്ങളിൽ, ഈ പിശാചി തരുന്ന സുഖങ്ങളിൽ മുഴുകി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ ക്രിസ്തുവിൽ നിന്ന് നമ്മളേറെ അകന്നു മാറ്റപ്പെടും. ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ 5 പിയൂസ് പാപ്പ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം സെമിനാരിയിൽ ചേർന്നു. 15ാമത്തെ വയസ്സിൽ അദ്ദേഹം ഡൊമിനിക്കൻ സഭയിൽ അംഗമായി ചേരുന്നുണ്ട്. അന്ന് അദ്ദേഹം എടുത്തൊരു തീരുമാനമാണ് ഈ ആശാനിഗ്രഹം എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് അദ്ദേഹം 36ാമത്തെ വയസ്സിൽ പുരോഹിതനായി, പിന്നീട് അദ്ദേഹം മെത്രാനും കർദിനാളും ഒക്കെ ആയി മാറുന്നുണ്ട്. പിന്നെ പാപ്പയായി ട്രെൻഡ് സൂനകദോസ് നടത്തിയതിനു ശേഷം ആ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കേണ്ട ചുമതല പാപ്പയ്ക്കാണ് വന്നത്, ഈ 5 പിയൂസ് പാപ്പയ്ക്ക്. പക്ഷേ ആ കാലഘട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണം എളിമയും ആശാനിഗ്രഹവുമാണ്. ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലോ അധികാരത്തിൻ്റെ ഭ്രമങ്ങളിലോ അദ്ദേഹം വിട്ടുപോയില്ല. അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത് തന്നെയാണ്, ആശാനിഗ്രഹം ചെയ്യുക, ഈ ലോകത്തിൻ്റെ സുഖമോഹങ്ങൾക്ക് മുമ്പിൽ വീണ പോകാതിരിക്കുക, ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയുക. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിൻ്റേതല്ലാതെയായി ജീവിച്ച് ക്രിസ്തുവിൻ്റേതായി മാറുക. അപ്പോൾ ഇന്ന് ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ നമുക്കും യേശുവിനോട് പറയാം, ഈ ലോകത്തിൻ്റെ അധികാരിക്ക് കീഴ്പ്പെടാതിരിക്കാൻ ഞങ്ങളെയും സഹായിക്കണമെന്ന്.